എടാ അന്ന് ഇവിടെ കോലിയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ കോലിയൊന്നും വന്നില്ല. വന്നിക്കണേ അന്ന് കോലിയൊക്കെ വന്നിക്കണേ. കോലിയൊക്കെ വന്നിട്ട് ഇവിടെ കാട് കയറാനൊക്കെ പോയിന്നു. ഇപ്പം മഞ്ഞായിട്ടാണ്. നല്ല കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വ്യൂ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വയനാട് ജില്ലയിൽ തന്നെ മറ്റേ എന്താ ഏറ്റവും വലിയ അല്ലടാ വലുതല്ലേ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലേക്കാണ്. ഇന്ന് നമ്മൾ പ്ലാൻ ഫുള്ള് മാറ്റി. എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ രാത്രി 11 മണി വരെ നമ്മൾ പ്ലാന് മേപ്പാടി എന്താ പറയുക തേയിലത്തോട്ടം ചായ പരിപാടിയൊക്കെ ആയിരുന്നു. വെൽ പ്ലാൻഡ് ആയിരുന്നു. നമ്മൾ 5-6 ആളുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ ഞാൻ 4:30 തൊട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തൊട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആഷിഫ് വിളിച്ച് പറഞ്ഞു എനിക്ക് 10 മണിക്ക് കോഴിക്കോട് എത്തണമെന്ന്. 10 വരെ അല്ലെങ്കിൽ +2 വരെ പഠിക്കാത്ത ആഷിഫിന് 10 മണിക്ക് പഠിക്കാൻ കോഴിക്കോട് എത്തണം. ആദമാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഓൻ ചാമ്പി. പിന്നെ നമ്മൾ പപ്പുക്കാക്ക ഇന്നലെ ചാമ്പ്യനാണ് ഇവനൊന്ന് 4:15 വിളിച്ചപ്പോൾ ചക്കര എണീച്ച്. അപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി 3 ആളാകുമ്പോൾ തേയിലത്തോട്ടത്തിലെങ്കിലും ചായ കുടിക്കാൻ പറ്റിയ കാര്യമില്ല. വൈബ് കിട്ടണം. നമുക്ക് ആൾക്കാർ ചെക്കന്മാർ വേണം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ വന്നുള്ളത് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലാണ്. ഞാനിവിടെ വന്നത് എനിക്ക് 1-2 വർഷം മുമ്പാണ് ഞാൻ വന്നത്. ഗൾഫ് പോകുന്നതിന് മുമ്പാണ് വന്നത്. ഇവിടെ പ്ലംബിങ്ങിനൊക്കെ വന്നിന് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് 3 ആളാണ്. ഒന്ന് പിടിച്ചാൽ 3 എന്നാണ്. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ചെറിയൊരു ചായ സ്പോട്ട് നമ്മൾ പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല നമ്മളെ സ്വന്തം ഹോം ഗ്രൗണ്ട് പിടിക്കുന്നു. കുറച്ച് കളിയാണ് വീട്ടിൽ പോകുന്നത്. ബാക്കി നമ്മൾ സ്റ്റേഡിയം കാണിച്ചാൽ അതാണ് സ്റ്റേഡിയം. ഏത് രസമുണ്ടല്ലേ? കാട് പിടിച്ചറാ ഇവിടെ നോക്കല്ലേ. അനാസ്ഥ കണ്ടോ? അധികൃതരുടെ അനാസ്ഥ. എവിടെ പിന്നെ ഇത് നടന്നൊക്കെ പോകേണ്ടത്? വയനാട്ടുകാരായിട്ട് രാവിലെ കിടന്നുറങ്ങാൻ പറ്റുക എന്താ പറ്റില്ല ചെക്കന്മാർക്ക് ഇങ്ങനെ. എന്ത് നമ്മൾ ഡേ 2 വ്ളോഗാട്ടോ. ഡേ 1 എല്ലാവരും കാണണം. വന്നിറങ്ങും. എൻ്റെ ജയ്സംസ് അഭിപ്രായം പറയടാ. അങ്ങോട്ട് എന്താ എടാ അധ്വാനിച്ചാൽ കിട്ടും. ഇവിടെ മറ്റേതാക്കി ഇവിടെ അടിപൊളിയാണല്ലോ. എവിടെ ഇവിടെ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ഇവിടെ ആരോ ഫോട്ടോഷൂട്ട് നടക്കല്ലേ? ഇവിടെ ഇനിയിപ്പോൾ ആരെ കല്യാണം വന്നോളിട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടക്കും. ഇതാ മേലെന്നില്ലേ ആ മറ്റേ മല. അയ്യോ അപ്പുറം സൈഡല്ലേ? അവിടുന്ന് കാണില്ല. ആ കുളക്കപ്പാറ എന്ത് പോലെയാണ് അത് കിട്ടി. മൂടിയെന്നോ? എന്താ മല മൂടാൻ പറ്റിയ ദിവസം അല്ലേ? മല മൂടിയെന്നു. നമ്മളെ ക്യാമറ എടുക്കുന്നത് മിസ്റ്റർ അജിന CP ആണ്. അവൻ നമ്മളെ വിഷയത്തിൽ കൊണ്ടുവരും. ഇവിടെ രാത്രി ഇത് വരുന്നുണ്ട് കേട്ടോ. പന്നിയോ? അല്ല ഇവിടെ കളിയേ ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി സാധാരണ പന്നികളാണ് വരല്ലേ. ലൈറ്റ് ഉണ്ട്. ഇവിടെയാണ് നമ്മളെ ദക്ഷിണാഫ്രിക്കൻ ലെഫ്റ്റ് ഹാൻഡറായ ഡീക്കൊക്കെ വന്ന് കളിച്ച ഇവിടെ കേട്ടോ. അത് വേറെ വലിയൊരു പ്ലേസ് ഒന്നും ഇല്ല അല്ലേ? രഞ്ജി ട്രോഫി കോളിയൊന്നും വന്നിക്കുന്നില്ല. പോടോ കോളി രഞ്ജി ട്രോഫി നടന്നുണ്ട് ഏതോ ഇതില്. അവിടെ ഏതൊരു ഇന്ത്യൻ A ടീമോ B ടീമോ? ഫുൾ ടീം ഇല്ലടാ. ഇതാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം. നമുക്ക് രാവിലത്തെ കാണാ കാഴ്ചകളാണിത്. അങ്ങനെയല്ല പറയാ. പിച്ച് മൂടിയിട്ടില്ല. ഞങ്ങളുടെ വയനാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ കൃഷ്ണഗിരി സ്റ്റേഡിയം. ഒറ്റ പുല്ലല്ലേ? ടെർഫ പുല്ലല്ലേ? മറ്റേ ഒറിജിനൽ അത് വെട്ടി വൃത്തിയാക്കിയാടാ. ലൈറ്റ് ഒരു ഇതില്ലല്ലേ? ഓടിപ്പിക്കുന്നത് ഓടണം. ഇവിടെ കയറാനുള്ള നൂലാമാലകൾ നമുക്കറിയില്ല കേട്ടോ. എന്തായാലും പപ്പുവാണ്. പപ്പുവിന് പിന്നെ പഞ്ചായത്തിൽ കേന്ദ്രത്തിലൊക്കെ പിടിണ്ടായതുകൊണ്ട് പപ്പുവിൻ്റെ പേര് പറഞ്ഞാൽ മതി. കൊള്ളാം. എന്നാലും ചായ സ്പോട്ട് പോയതെന്ന് ഇന്ന് എന്തൊക്കെ പുതിയ പേരൊക്കെ കണ്ടാ വെറും വയറ്റിൽ. പഴുത്തൊന്നുമില്ല, പച്ച ചെറുതാണ്. ഇന്നലെ ചെക്കന്മാർക്ക് മാങ്ങ കൊടുത്തിട്ടൊക്കെ തിന്നു. ഇല്ലടാ ഒക്കെ ചെക്കന്മാരെ കളിക്കാൻ വരുന്നു.
ചെറിയ പേരക്ക മഞ്ചേരുന്ന താരം പറയും ആലോചിച്ചാലേ എന്തായാലും അറിവില്ലാത്ത ആളേക്ക് എന്നോട് ചോദിച്ചു. എൻ്റെ ഇൻസൈഡ് കാണിച്ചു കൊടുത്തേ ഞാൻ വലിയ ക്രിക്കറ്റ് പ്ലെയറാന്ന് പറഞ്ഞു. ഞാൻ പിറ്റി പരിശോധിക്കാൻ വന്നത്. അടുത്ത ആഴ്ച ഞങ്ങൾ ടൂർണമെന്റ് വെക്കുന്നുണ്ട്, അഖിലേന്ത്യ വെക്കുന്നുണ്ട്. അഖിലേന്ത്യ ഫുട്ബോളാണ്. ക്രിക്കറ്റ് ഉണ്ടല്ലോ, അഖിലേന്ത്യ ക്രിക്കറ്റ് രണ്ടോ ഉണ്ടോ? വെക്കണം. അഖിലേന്ത്യ ഞങ്ങൾ അങ്ങനെ സംഭവം തുടങ്ങാനും അറിയണം. ഞങ്ങൾ സ്റ്റേഡിയത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നറിയാം, ഗവേഷണം നടത്താൻ വന്ന പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ മറ്റേ തള്ളല്ലേ മതി, മേലക്കാടൻ തള്ളു. ഞാനാണ് പപ്പു. അതായത് ഇവിടെ വന്നീണ്ട് കളി മറ്റേ ഇന്ത്യൻ്റെ ഇത് പരമ്പര എടാ ആനെ ഇന്ത്യ ബി ടീമോ ഏതോ അതിനാ പറഞ്ഞ ഡീകോക്ക് മറ്റേ ഇവരൊക്കെ വന്ന ദക്ഷിണാഫ്രിക്ക ബി ടീമോ ഇന്ത്യ ബി ടീമോ ഓരാണില്ലേ. ഇതിനകത്ത് VIP അല്ലടാ, VIP സീറ്റ് ഉള്ളത്. നമ്മളല്ലേ സൗദിക്കാർ VIP അല്ലടാ, നമ്മൾ പൈസ. എൻ്റെ കോലം നോക്കുന്നുണ്ട്, ഞാൻ കുളിക്കാണ്ടാവുന്നത്. രാവിലെ തന്നെ കുളിക്കാന്നൊക്കെ പറഞ്ഞ ചടങ്ങാണ്. പപ്പു രാവിലെ എപ്പോൾ ഓടിപ്പിക്കുന്നവരുണ്ട് ഇതാട്ടോ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എംപ്ലോയൊക്കെ ഉണ്ട്. നമ്മൾ പറ്റിച്ചെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഏട്ടായി ചാമ്പ്യൻസ് ട്രോഫിൻ്റെ സീസൺ 4 ഇങ്ങോട്ട് കയറി കറക്റ്റ് വ്യൂ ആണ്. ഞാൻ എൻ്റെ അജുവാണ്, ഇതാ അജുവാണ് ക്യാമറമാൻ. അജു ഫേസ് കാണിക്കും. സ്റ്റേഡിയത്തിൻ്റെ ഭംഗി എന്താ പറയുക നിങ്ങൾക്ക്? സ്റ്റേഡിയത്തിൻ്റെ ഭംഗി പറഞ്ഞാൽ അവിടെ ഒരു മല ഉണ്ട്, പക്ഷെ അതിപ്പം മഞ്ഞിൽ ഇങ്ങനെ മൂടിക്കുകയാണ്. അങ്ങോട്ടോ ക്യാമറ കാണിക്കേ. സെക്യൂരിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഭംഗി. ഇവിടുന്ന് കളി കണ്ടപ്പോൾ അറിയാം. പക്ഷെ ഇപ്പം മഞ്ഞായിട്ടാണ്. നല്ല കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വ്യൂ ആണ്. സെക്യൂരിറ്റി മാൻ വരാണ്ട്, ചോദിക്കണം. ഹേട്ടാ ഇവിടെ കളി നടക്കല്ലോ അപ്പം എന്തായിരുന്നു? ഇന്നുണ്ടോ? ആ സ്റ്റേഡിയം ഇപ്പോൾ സ്റ്റേഡിയം എത്ര ലോക്കലാണെങ്കിലും ആ ഒരു വ്യൂ പൊളിയാണ്. ഇല്ല ഇത് ഏത് പാറടാ? കൊളപ്പാറ വരുന്നേ. ഞാൻ അത്ര ആളണ്ടേ കുരിശോ? എടാ അന്ന് ഇവിടെ കോലിയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ കോലിയൊന്നും വന്നിക്കണേ. അന്ന് കോലിയൊക്കെ വന്നിക്കണേ. കോലിയൊക്കെ വന്നിട്ട് ഇവിടെ കാട് കയറാനൊക്കെ പോയിന്നു. ഒരു വായത്തിലൊക്കെ കാര്യം കോലി വന്നിട്ട് കൊളകപ്പാറ കാട് കയറാൻ പോയത് കാര്യം. ഒരു ട്രെക്കിങ്ങിന് പോയിണ്ടേ. ടോമിനെ വന്നിട്ട് മറ്റേ ഇവിടെ പോയത് കണ്ടിട്ടുണ്ട്. എവിടെ മറ്റേ എന്താണ് ഇന്ന് നമ്മൾ പോണെന്ന് പറഞ്ഞ കുറുമ്പാലക്കോട്ട പോണ കണ്ടിട്ട്. കോലി വന്നിട്ട് കാട് കയറാൻ. അല്ല സംഭവം എന്തോ കഥ ഉണ്ട് അങ്ങനത്തെ. ഈ കഥ ഇറക്കല്ലേ? ഞാൻ കഥ ഇറക്കിയല്ലോ. പിന്നെ എന്നോട് ആദ്യം പറഞ്ഞതാ. ആര്? ആദ്യം എന്നോടെ കിടന്നുറക്കിട്ട് അജായി തള്ള പറഞ്ഞിട്ട്. സംഭവം രസമാണ്. കുറച്ചുകൂടി വെയിലായിട്ട് ഇതെന്താ അറിയോ? പുല്ല് വെട്ടണല്ലോ, മറ്റേ പുല്ല് പതപ്പിക്കണം. എന്താ പറയാ? അവിടെ ഞാൻ ഉണ്ടല്ലോ ഇവിടെ ഒരു ബാത്റൂമാണ്, അതിൻ്റെ പ്ലംബിങ്ങിന് വന്നിട്ടുണ്ട് ഞാൻ രാജുവേട്ടൻ്റെ കൂടെ. അത് തള്ളല്ല കേട്ടോ. ഞാൻ രാജുവേട്ടൻ്റെ പണിക്കാരൻ, 54 രാജുവേട്ടൻ്റെ. ഈ മലൊന്നും കണ്ടില്ല ഞാൻ പറഞ്ഞില്ല. ഞാൻ 2 ഇത് ഞാൻ ഗൾഫ് പോകുന്നതിന് മുമ്പ്, ഇപ്പോൾ ഗൾഫ് പോയിട്ട് ഞാൻ 2022 സ്റ്റാർട്ടിങ് പോയത്. 2022 ജൂൺ 2 ഞാൻ ഫസ്റ്റ് ആയിട്ട് പോകുന്നത്. അതിന് മുന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. പോയിട്ട് ഇപ്പോൾ 3 വർഷം 25 മഴ ഇങ്ങനെ മുളത്ത് പൊട്ടിയാന്നാണ്. അവിടെ കോട ഇറങ്ങി നോക്കടാ, നാച്ചുറൽ ബ്യൂട്ടി. ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ഉണ്ട് രാവിലെ. പക്ഷെ ഉച്ചക്കൊക്കെ ഭയങ്കര ചൂടാണ്. ഒരു മൊട്ടക്കൊന്ന് ഏത് ഇതോ
അവിടെ അങ്ങോട്ട് ഉണ്ടല്ലോ ആഴം പുറകുവശം. എന്തായാലും പൊളിയല്ലേ. പക്ഷെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, ഹിഡൻ സ്പോട്ടുകൾ കുറേ ഉണ്ട്. നമ്മൾ വ്ളോഗ് ഡെയിലി കാണുകയാണെങ്കിൽ ഇല്ല. അപ്പോൾ പപ്പു കാണിച്ചു തരും, ഇല്ല ഞാൻ കാണിച്ചു തരും. എടാ മല മൂടടാ, നല്ല കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. കോടല്ലാറുള്ളത് കോടല്ലേ കോടല്ലേ. അത് ആ വെളിച്ചെത്തിയാൽ സെറ്റാവും. 5 മിനിറ്റ് റെഡിയാവും. വയനാട് കാണാൻ പോന്നോളി, മഞ്ഞ് കാണാൻ പോന്നോളി, കാക്ക വയൽക്ക് പോന്നോളി. ഈ കാൽപ്പാട് നമ്മൾ ആദ്യം കണ്ടില്ലല്ലോ. ഏതാ ഇതുവരെ മഞ്ഞ് വീണിട്ടേ അല്ലേ ചുറ്റും പാട് കാൽപ്പാട്. ഇപ്പോൾ നേരത്തെ കണ്ടില്ലല്ലോ. പ്രേതണ്ട്. നേരത്തെ നമ്മൾ കണ്ടു. പൊള്ളി നല്ലത്. ഇതിനാണ് രാവിലെ എണീച്ച് വരണത്. ഇത് ഈ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിയാലൊന്നും ഈ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. എന്താ പറയുക, നമ്മൾ രാവിലെ തരോ പുതപ്പിനുള്ളിൽ നിന്ന് എണീച്ച് വരാൻ ഇച്ചിരി പണിയായിരിക്കും. പക്ഷേ എണീച്ച് വന്നു കഴിഞ്ഞാൽ ഇല്ലടാ അത് ഭയങ്കര രസമാണ്. അത് നമ്മളിപ്പോൾ അടുത്ത് ഏതോ റീലിങ്ങനെ കളിച്ചിരുന്നു. ലജോ അത് മുണ്ട്. ആ റീൽ പറഞ്ഞത് കറക്റ്റ് ശരിയാണ്. എണീച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വണ്ടി എടുത്ത് ഇങ്ങനെ സ്പോട്ട് പോയി ഇരുന്നാൽ മതി. ഇല്ല അപ്പോൾ നാളെ നമുക്ക് ലോങ് പിടിക്കാം. നാളെ എവിടെ? ഊട്ടി പിടിക്കാം. നാളെ ഊട്ടി. ഞാൻ 1-ാം തീയതി ആലപ്പുഴ, 2-ാം തീയതി ആലപ്പുഴ. ട്രിപ്പാണല്ലേ, ഫുൾ ഷെഡ്യൂളാണ്. എൻ്റെ കല്യാണം മുട്ടായി എടുക്കലുണ്ടാവില്ല. നിങ്ങള് ഫാമിലി ഒരു മുട്ടായിക്കും അടുത്ത വല്ല കല്യാണം. അതാണ് എനക്ക് പെണ്ണിട്ടില്ല, ഇവന് പെണ്ണിട്ടില്ല വെച്ചിട്ടിപ്പോ എനക്കായാലും എൻ്റെ കയ്യിലിപ്പോ അങ്ങനെ അല്ലേലോ അല്ലേ, ഇവരെ കയ്യിലിപ്പോ അങ്ങനെ അല്ലേലോ. വൈസാക്ക് ഇതേപോലെ ചെയ്തു. ഏട്ടൻ്റെ കല്യാണത്തിന് വന്ന് ഉറപ്പിച്ചിട്ട് പോയി. നോക്കണ്ടാവുമല്ലോ. നോക്കണ്ട ആരും സജസ്റ്റ് ചെയ്തോളൂ. കാണാൻ പോകും വിളിച്ചോ. ഇപ്പൊ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കൊറേ ചായ കടി കുടിക്കുക. അല്ലേ? അല്ല, ഏതൊരു ബ്ലോഗ് താല്പര്യമുള്ള ഏതൊരു പെണ്ണ് ഉണ്ടല്ലോ, ആര്? അങ്ങനത്തെ ഒരു പെണ്ണ് കല്യാണം ആലോചിക്കുന്നുണ്ട്. നോക്ക്, എനിക്ക് പറ്റിയതാ. ഞാൻ ഇൻസ്റ്റയിൽ മറ്റേ സാധനം അയച്ചത്. ഒരു ഞങ്ങൾ ഫോട്ടോ ഒരു വൈൻഡപ്പ് സീൻ എടുത്താലും സ്റ്റോറേജ് ഫുൾ അതിന് മുമ്പ്. അല്ല നമ്മൾ ചാടിക്കാൻ പോലല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആടുണ്ടല്ലോ ഈ മാല മൊത്തത്തിൽ മൂടി. എനിക്ക് വേണ്ടി ഞാൻ ഒന്ന് തുറക്കണോ? ഇപ്പൊ തുറക്കും. ഒരു കാറ്റായി കഴലായി കിളിവാതിലിൽ നിന്നു ചാരേ നിന്നെ കണ്ണനേ കരിമുല്ലമല. എങ്ങനെയല്ലേ അതിക്ക് മേലെ കയറിയാല് സെക്യൂരിറ്റി അല്ലേ? ഈ ഒരു ഗാലറി ഉള്ളൂ അല്ലേ? പണ്ട് അവിടെ ഇവിടെ കിട്ടിയെന്നല്ലോ. ഇതെന്താ അഖിലേന്ത്യാ സെവൻസോ കൗമിച്ചോട്ടാ കെട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമോ മറ്റേ സൈഡ് ഒരു ഭാഗവും. കുഴപ്പമില്ല, വലിയ തണുപ്പൊന്നും. വയനാട്ടിലെ പഴയ സംഭവമൊന്നും ഇല്ല ഇപ്പോൾ ഇല്ലേ? ക്ലൈമറ്റ് മാറി, ഫുള്ള് മാറി, സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ മരം ഇതൊക്കെ വെട്ടി മാറ്റിയിട്ട് ആ പഴയ ഒരു സൗന്ദര്യം ഉണ്ട്, ഒരു പ്രകൃതി സൗന്ദര്യം ഉണ്ടല്ലോ വയനാടിൻ്റെ. അത് പോയി. എന്താ പറയുക, പഴയ ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന പഴയ ആൾക്കാരുണ്ട്. ഒരെണ്ണം നമ്മളിങ്ങനെ പറഞ്ഞത് വയനാടിൻ്റെ പഴയ ഭംഗിയൊന്നും ഇല്ല. ഇതിൽ കയറിയാൽ പിടിച്ചു ചിലപ്പോൾ. സെക്യൂരിറ്റി പോയി. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ല. ക്യാമറയിലാണ്ടോ നിൽക്കുന്നില്ല. ഇത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉള്ളു പോലെ. കോഴിക്കോടോ ഇതെന്താ അത്? അമലിൻ്റെ മറ്റേ അമൽ വേണ്ട, അവല് ഫാമില്ല പണ്ടത്തെ എന്നെ വിളിച്ച് പിറകോട്ട് വിളിച്ച്.
സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. അതായത് ഇവിടെ കുത്തിരുന്ന് ഇങ്ങനെ കളിയാണ്. ഈ ഒരു കപ്പാസിറ്റി പറഞ്ഞാൽ ഇവിടെ അതിന് മാത്രം ആൾക്കാരെ വരുള്ളൂ. അതാണ് ഈ ഒരു കപ്പാസിറ്റി. നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ആ ഒരു ഫുട്ബോളിന് കിട്ടുന്ന ഹൈപ്പ് ക്രിക്കറ്റിന് കിട്ടുന്നുണ്ടോ എടാ? ഇവിടെ ഇല്ല, മലപ്പുറത്ത്. ആ മലപ്പുറത്തിലെ ഫുട്ബോൾ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഏത് ആവേശം പക്ഷെ ആരവ പ്രാവശ്യം നടക്കാത്ത ഭയങ്കര നഷ്ടമായി. അതുകൊണ്ട് ഫൈനലൊക്കെ തിങ്ങി നിറഞ്ഞ് പക്ഷെ ആരവം കൂടി പ്രശ്നം നടത്തുന്നുണ്ടെങ്കിൽ കിട്ടിപ്പോയിരുന്നു. എടാ ഇത് കാണിച്ചു കൊടുക്കാം നമ്മളെ പിള്ളേർക്ക്. ഗ്രൗണ്ട് എന്താ പ്രശ്നമുണ്ട്. മിനിഞ്ഞാന്ന് ഒരു 14 വയസ്സുകാരൻ ബീഹാർ സ്വദേശിയാവുന്നു. ഈ എന്തിനോ രാജസ്ഥാനിൽ സഞ്ജുവിന്റെ പകരം ഇറങ്ങിയിട്ടേ എൻ്റെ മോനെ ഫസ്റ്റ് ബോൾ, അതും ഷാർദുൽ താക്കൂറിന്റെ ഫസ്റ്റ് ബോൾ പട്ടയ ഡിജിറ്റ് 6. അതൊരു 14 വയസ്സുള്ള അടിയാ കിട്ടില്ല 6 ഒക്കെ. ഇയപ്പം എന്താ മൂക്കൊൽപ്പിച്ച് അടക്കായിരുന്നു അല്ലേ? ഏത് ഓനെ ഹൈറ്റില്ല, പക്ഷെ ഓന് ബാറ്റിംഗ് ഒക്കെ കിട്ടില്ല. ബാറ്റ്സ്മാനും 14 വയസ്സേ ഉള്ളൂ. ഈ കൊണ്ട് അടുത്ത ഇന്ത്യൻ ടീം ഭരിക്കാൻ പോണ മുതലാണ്, എഴുതി വെച്ചോ. ഓനുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മുംബൈ ഇന്ത്യൻസിൽ, മുംബൈയിലാണോ മറ്റേവന്? നമ്മളെ മലപ്പുറം ചെക്കനല്ലേ? മുംബൈയിലല്ലേ? എന്തായാലും പേരെന്തേനാടാ? വിഘ്നേഷ് പുത്തൂർ. നല്ല പെർഫോമൻസ്. ഓനെ ഇമ്പാക്ട് പ്ലെയർ ഇല്ല ഇറക്കുന്നത്. പക്ഷെ അവന് അവസരം കുറവാണ്. അവന് വല്ലപ്പോഴൊക്കെ കൊടുക്കുള്ളൂ. അതന്നെ വല്ലപ്പോഴും കൊടുക്കുന്നുള്ളൂ. പപ്പുവിൻ്റെ അല്ലേ? ഇതെന്താ ചോറിനാൾ ഹാല എന്തോ എഴുതി വെച്ചിട്ടുണ്ടോ അതിന്? നായിന്നോ? ഇതെന്താ? സന. ആ ഇത് പ്രശ്നമാണ്. ഇത് കാണിച്ചു നോക്കണം. സന ഇവിടെ അയിഞ്ഞാറ് നടക്കുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളും പുറമൊക്കെ കാണാനുള്ളത്. ഇത്രമാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. ഇവിടെ കാര്യപ്പെട്ട കളികളൊന്നും നടക്കില്ല, ചെറിയ ടൂർണമെൻറ്റൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ചെറിയ ചെക്കന്മാർക്ക് ചെറിയ കട്ടൻ ഞാൻ എൻ്റെ വക വാങ്ങിക്കൊടുക്കും. കട്ടുണ്ടോ? കടിയൊന്നും കട്ടൻ കുടിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, കമൻ ലെറ്റ്സ് ഗോ. ഇവിടെ ഒളിഞ്ഞു നോക്കിയ സാധനം കാണാനുണ്ട്. അതായത് ഒരു ജേഴ്സിയിൽ ഇതാ ഇവിടുത്തെ വന്ന പ്ലേയേഴ്സൊക്കെ, അതായത് ആവേശ് ഖാന്, വരുൺ ആരോണ്, എന്താ താക്കൂർ, ഷാർദുൽ താക്കൂർ, പേര് വായിക്കാൻ കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് എല്ലാവരും സൈൻ ചെയ്തിട്ടുണ്ട്. ഭരതനോ, റിക്കി, അങ്കിത്, പ്രിയൻ പഞ്ചലോ, എനിക്ക് കെ എൽ രാഹുൽ. ഫസ്റ്റിനെ കെ എൽ രാഹുലിൻ്റെടാ. അപ്പുറം ശ്രീശാന്ത് ഇതാ അപ്പുറത്ത് വന്നവരൊക്കെ എല്ലാവരും സൈൻ ചെയ്ത ഒറ്റ ജേഴ്സി. അതിന് സന്തോഷ് ട്രോഫിൻ്റെ ഇടാ, അത് ആണ് അതിൻ്റെ തന്നെ. അത് ലയൺസ്, എന്താ ഇംഗ്ലണ്ട് ലയൺസ്. ഇന്ത്യ ഇംഗ്ലണ്ട് ലയൺസ് കളി 2019-ലാണിത്. ആണോ? ഇതിപ്പോൾ ഇപ്പോൾ ഒളിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റിയാണ്. ഇനി ഇവിടെ ഒളിഞ്ഞു നോക്കിയാൽ മാച്ച് ഒഫീഷ്യൽസിൻ്റെ ഇതൊക്കെ കാണുന്നത് അവിടെ. അതുപോലെ തന്നെ ആൻറ്റി കറപ്ഷൻ ഹോട്ട്ലൈൻ. ഇതാ മറ്റേ ഇതൊക്കെ ചെയ്യുന്നില്ലടാ, റണ്ണ് റൂമല്ലത്. കമൻട്രി ആയിരുന്നു. അതില്ല, മാച്ച് ഒഫീഷ്യൽസ് ഇല്ല. അവിടെ ഗ്രൗണ്ട് ഒന്നുകൂടി കാണിച്ചു നോക്ക്. നല്ല കിടിലം കോടാണ്, കിടിലം കോട, നല്ല രസമുണ്ട്. പക്ഷേ വേറെ എന്താ പറയുക, ഉള്ളിൽ കറങ്ങിയാലൊക്കെ താഴ്ത്തി കാണാൻ പറ്റും കേട്ടോ. അല്ലാണ്ടുള്ള ഈ ഒരു മൂകാന്തരീക്ഷമാണ്. ഗപ്പുണ്ട്. അതാണ്. ഇത് ഗപ്പ TR
വിജയലക്ഷ്മി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി, വയനാട് ഡിസ്ട്രിക്ട് എ ഡിവിഷൻ ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യൻസ് വിന്നേഴ്സ്. അപ്പോൾ കപ്പും കാണാനായിട്ടോ കേരളത്തിൻ്റെ ടീമിൻ്റെ ഒഫീഷ്യൽസ് ആയിരിക്കും. കപ്പ് പറഞ്ഞോളെ. അപ്പോൾ വയനാട് വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ ജസ്റ്റ് വന്ന് കണ്ടു പോയിക്കൊള്ളിട്ടു. നല്ല നല്ല രസമുണ്ട്. പക്ഷേ രാവിലെ വരണം, രാവിലെ നല്ല രസമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ചായ സ്പോട്ടും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ചായ കുടിച്ചിട്ട് എൻജോയ് ചെയ്ത് ലൈഫായിട്ട് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ.